ലഹരി മാഫിയയുടെ പ്രധാന കേന്ദ്രമായി കേരളം. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് എറണാകുളം ജില്ലയിലാണ്. രണ്ടാമത് തിരുവനന്തപുരത്തും. മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത തരത്തിലാണ് ഓരോ ദിവസവും കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നത്. 2022 ഏറ്റവും അവസാനത്തെ കണക്കുകൾ പുറത്തു വന്നത്. ഇത് പ്രകാരം എറണാകുളം സിറ്റിയിൽ മാത്രം 2685 കേസും എറണാകുളം റൂറലിൽ 1076 കേസുമടക്കം ജില്ലയിൽ 3761 കേസാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. തിരുവനന്തപുരം സിറ്റിയിൽ 1173 കേസും തിരുവനന്തപുരം റൂറലിൽ 1702 കേസുമടക്കം 2875 കേസാണ് രജിസ്റ്റർ ചെയ്തത്. മലപ്പുറം ജില്ലയിലാകട്ടെ 2724 കേസുകളും രജിസ്റ്റർ ചെയ്തവയിൽ ഉൾപ്പെടും. കൂടാതെ കൊല്ലം സിറ്റിയിൽ 1584 കേസ്, കൊല്ലം റൂറലിൽ 754 കേസുമടക്കം 2338 കേസുകളും രജിസ്റ്റർ ചെയ്തു. കോഴിക്കോട് സിറ്റിയിൽ 1181 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. അതേസമയം കോഴിക്കോട് റൂറലിലാകട്ടെ 696 കേസുകളുമടക്കം 1877 കേസുകളാണ് ജില്ലയിൽ രജിസ്റ്റർ ചെയ്തത്. കണ്ണൂർ 1340, കോട്ടയം 1338, കാസർഗോഡ് 1299, വയനാട് 1278, ആലപ്പുഴ 1157, പാലക്കാട് 1088, തൃശൂർ റൂറൽ 934, ഇടുക്കി 798 എന്നിങ്ങനെയാണ് മറ്റു ജില്ലകളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകൾ. കഴിഞ്ഞ 3 വർഷത്തിനിടെ സംസ്ഥാനത്തെ മയക്കുമരുന്ന് കേസുകളിൽ വലിയ വർധനവുണ്ടായെന്നാണ് കേസുകൾ പറയുന്നത്. നാർക്കോട്ടിക്സ്, ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് 1985 പ്രകാരം 2021 5695 കേസുകളാണ് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. 2022 ഇത് 26619 വർദ്ധിച്ചു. 2023 30,000 കേസുകളും 2024 27,701 കേസുകളുമാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. മയക്കുമരുന്ന് കൈവശം വെച്ചതിന് ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട 25 ജില്ലകളിൽ 17 എണ്ണവും കേരളത്തിലാണ്. മഹാരാഷ്ട്ര, പഞ്ചാബ്, UP തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നഗരപ്രദേശങ്ങളിലാണ് മയക്കുമരുന്ന് കേസുകൾ കൂടുതലായും രജിസ്റ്റർ ചെയ്യപ്പെടുന്നതെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഗ്രാമീണ മേഖലയിലും മയക്കുമരുന്ന് വ്യാപാരം സജീവമാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടുഡേ. Let's go to Nesto. Yes, not just products, but we promise great quality. Not just deals, but we assure your value for money. Yes, we are ready with all that you need. Don't miss this chance.